നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി ഭയങ്കര കോമേഡിയനാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അദ്ദേഹം പ്രതിപക്ഷത്ത് ഉണ്ടായിരുന്ന സമയത്തും അദ്ദേഹം പറഞ്ഞ കോമഡി കേട്ട് നമ്മളെല്ലാവരും പൊട്ടിച്ചിരിച്ചതാണ്. അപ്പോൾ എണ്ണം കെട്ടവൻ നാട് ഭരിച്ചാൽ ആ നാട് മുടിയും എന്ന് പറഞ്ഞ ഒരു മന്ത്രിയായിരുന്നു, അല്ലെങ്കിൽ ഒരു നേതാവായിരുന്നു കെ മുരളീധരൻ. സ്വന്തം അച്ഛന് വേണ്ടിയിട്ട് സ്മാരക മന്ദിരം പണിയാൻ വേണ്ടിയിട്ട് പിരിച്ച പണം എവിടെയെന്ന് ചോദിക്കാൻ നട്ടലില്ലാത്ത ഒരു മന്ത്രിയാണെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ പേര് കെ മുരളീധരൻ എന്ന് തന്നെ ആയിരിക്കും. ഇപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, അത് പ്രതിപക്ഷം പറയുന്നത്ര ഭീകരമായ അവസ്ഥയൊന്നും നമ്മുടെ കേരളത്തിലില്ല. എന്തിനെക്കുറിച്ചാണെന്നറിയോ? നമ്മുടെ ആരോഗ്യ രംഗത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. പിന്നെയോ ഭരണം മാറിയെന്ന് അറിയാത്ത പല ഉദ്യോഗസ്ഥരും നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ഉണ്ടത്രേ. ആരോഗ്യവകുപ്പിൽ അവരെ കസേര മാറ്റി ഇരുത്തിയതാണെന്നും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് അവരെ കസേര മാറ്റി ഇരുത്തിയിട്ടുണ്ട് എന്നൊക്കെ കെ മുരളീധരൻ വലിയ കാര്യത്തെ സഭയിൽ ഉന്നയിക്കുന്ന ചില കാര്യങ്ങളാണ്. അതായത് ഇത് ഇങ്ങനെ പറഞ്ഞ്, അതായത് കേരളത്തിൽ ഈ പ്രതിപക്ഷം പറയുന്നത് പോലെ അത്ര ഭീകരമായ അന്തരീക്ഷമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് കഴിയുമോ? ഒരിക്കലുമില്ല. കാരണം ഈ കേരളത്തിൽ ഇനിയും ഭീകരാന്തരീക്ഷം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇന്ന് PA മുഹമ്മദ് റിയാസ് വളരെ വ്യക്തമായി ചോദിച്ചിട്ടുണ്ട്. എവിടെ ഈ പ്രതിപക്ഷം പറയുന്നതാണോ ഭീകരാന്തരീക്ഷം എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ജൂൺ 1 മുതൽ 19 വരെയുള്ള കണക്കുകൾ, 19 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ പകർച്ചവ്യാധികൾ സംഭവിച്ചിട്ട് 87 മരണങ്ങൾ, അതായത് വെറും 19 ദിവസം കൊണ്ട് നമ്മുടെ കേരളത്തിൽ 87 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് സിമ്പിളാണ്, അല്ലെങ്കിൽ അത് ഭീകരാന്തരീക്ഷം അല്ല എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയുമോ? ഷിഗല്ല എന്ന് പറഞ്ഞാൽ ഒട്ടും സർവൈവൽ ഇതില്ലാത്തതാണ്, റേറ്റ് ഇല്ലാത്ത ഒരു രോഗമാണ്. ഷിഗല്ല ബാധിച്ച് 7 പേരാണ് മരിച്ചത്. നിലവിൽ 133 പേർ രോഗബാധിതരായി നമ്മുടെ ആശുപത്രിയിൽ കഴിയുന്നു. പകർച്ചപ്പനി നോക്കാം. പകർച്ചപ്പനി കാരണം നമ്മുടെ കേരളത്തിൽ 13 പേർ മരിച്ചു. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലിരിക്കുന്നത് 1380 പേരാണ്. കുറച്ചൊന്നുമല്ല ഉള്ളത്. ഇനി വയറിളക്ക ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കേരളത്തിൽ മരിച്ചത് 5 പേരാണ്. അതോടൊപ്പം തന്നെ 58,031 പേർ രോഗബാധിതരായി നമ്മുടെ കേരളത്തിലുണ്ട്. ഇനി അമീബിക് മസ്തിഷ്ക ജ്വരം, അത് ബന്ധപ്പെട്ടിട്ട് 4 പേർ ആ രോഗബാധയോടുകൂടി മരിച്ചു. 14 പേർ ഇപ്പോൾ രോഗബാധിതരായി കഴിയുന്നു. മഞ്ഞപ്പിത്തം 4 പേർ മരണപ്പെട്ടു. 469 പേർ രോഗബാധിതരായി തുടരുന്നു. ഡെങ്കിപ്പനി കാരണം 11 പേരാണ് നമ്മുടെ സംസ്ഥാനത്ത് മരിച്ചുപോയത്. അതായത് വെറും 19 ദിവസം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് മരിച്ചത് 11 പേർ ഡെങ്കിപ്പനിയായിട്ട് ബന്ധപ്പെട്ട്. ഇതിൽ 1270 പേരാണ് രോഗബാധിതരായി കഴിയുന്നത്. അതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്ത് എലിപ്പനിയിൽ 13 മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ 469 പേർ രോഗബാധിതരായി ഇപ്പോഴും തുടരുന്നു. അപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് 3 മരണം, 13 രോഗബാധിതർ. പനി 2 പേര് മരിച്ചു. 2,19,888 രോഗബാധിതർ. നിപയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾ ഇപ്പോൾ അത്യാസന്ന നിലയിൽ കഴിയുന്നു. ഇതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നിലവിലുള്ള അവസ്ഥ. ഇത് പ്രതിപക്ഷം പ്രകടിപ്പിക്കുന്ന ഭീകരാന്തരീക്ഷമാണോ അല്ലയോ എന്നുള്ള കാര്യം പറയാൻ വിധിക്കപ്പെട്ട ഒരാൾ ഈ പറയുന്ന നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ്. എന്തുകൊണ്ടാണ് ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് ഇത് കൃത്യമായി പറയാൻ കഴിയാത്തത്? അപ്പോൾ ഇതിന് അദ്ദേഹം സമ്മതിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ 1 മാസത്തിനിടയിൽ ആരോഗ്യ വകുപ്പിൽ ഉണ്ടായിരിക്കുന്ന ഏകോപന പ്രശ്നങ്ങൾ, അതായത് ആരോഗ്യ വകുപ്പിനകത്ത് ഉദ്യോഗസ്ഥരെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഉണ്ടായ വീഴ്ചകൾ വളരെ ഗുരുതരം തന്നെയാണ്. നിപ പരിശോധനാ ഫലം നമുക്കറിയാമല്ലോ. കോഴിക്കോട് നിപ പരിശോധനാ ഫലം എന്തായിരുന്നു എന്ന് പറഞ്ഞത് മന്ത്രി അറിഞ്ഞില്ല. അതേസമയം കളക്ടർ പറയുന്നു ആ പരിശോധന ഫലം പോസിറ്റീവാണ്. ഈ റിപ്പോർട്ടിനെ കുറിച്ച് അറിയുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മന്ത്രിക്ക് വകുപ്പിനെ കുറിച്ച് ഒരു പിടിയുമില്ല. എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഇത് അത്ര ഗുരുതരമായ വലിയ പ്രശ്നമൊന്നുമില്ല, പ്രതിപക്ഷം വെറുതെ പറഞ്ഞ് ഇങ്ങനെ ജനങ്ങളെ ഭയപ്പെടുത്തുന്നതാണ് എന്നുള്ളത് മാത്രമാണ് ഈ പറയുന്ന മന്ത്രി പറയുന്നത്. നാണമുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും. നാണമുണ്ടോ? ഒരേ വകുപ്പ് തന്നെ കൈകാര്യം ചെയ്യുന്ന ഈ പറയുന്ന ആളിൻ്റെ ഈ പറയുന്ന വേറൊരു കാര്യമുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ICUയിൽ കിടന്ന ഒരു രോഗി കോവിഡ് ബാധിച്ച് മരിച്ചു. ആലോചിച്ച് നോക്കിക്കോളൂ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തലസ്ഥാനത്ത് മന്ത്രിയുടെ മൂക്കിന് താഴെ ആ മെഡിക്കൽ കോളേജിൽ കോവിഡ് ബാധിച്ച്
ICUവിൽ കിടന്ന ഒരു രോഗി മരണപ്പെടുകയാണ്. ഇത് ചെറിയ കാര്യമാണോ? ആലോചിച്ച് നോക്കിക്കോളൂ. അപ്പോൾ തൊട്ടടുത്ത് കിടന്ന ഒരു രോഗിക്ക് കോവിഡ് വന്നിട്ട് പോലും അടുത്ത ആ ICUവിലുള്ള ഈ മരണപ്പെട്ട രോഗിയുടെ കോവിഡ് ബാധയുണ്ടോ എന്ന് പോലും പരിശോധിക്കാൻ അവിടുത്തെ ഉദ്യോഗസ്ഥർ കഴിഞ്ഞിട്ടില്ല. ആര് കാരണം? എന്താണ് കാരണം? ഇപ്പോഴും പറഞ്ഞാൽ മതി. ഭരണകക്ഷിയിൽപ്പെട്ട പല ഉദ്യോഗസ്ഥരും ഇന്നും ആരോഗ്യവകുപ്പിൽ തുടരുന്നു. അവരാണ് ഈ പറയുന്ന സംഭവങ്ങൾ, അതായത് ഈ രീതിയിൽ എന്താ പറയുക, ഈ ഭരണകക്ഷിയിൽ ഈ ഇടതുപക്ഷത്തിൽപ്പെട്ട കുറേ ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്. അപ്പോൾ ഇടതുപക്ഷത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അവർ വിചാരിക്കുന്നത് എന്താ? ആരോഗ്യരംഗം തകരട്ടെ, ആരോഗ്യരംഗം തകർന്ന് തരിപ്പണമാകട്ടെ, അല്ലേ? എന്നിട്ട് കെ മുരളീധരൻ എന്ന് പറയുന്ന മന്ത്രിക്ക് വലിയ ദോഷം സംഭവിക്കട്ടെ. അങ്ങനെ ചിന്തിക്കുന്ന ആരും ഇല്ലെന്നേ ഇവിടെ. ഈ അനാസ്ഥയെ മറികടക്കാൻ വേണ്ടി, ഇതിനെതിരായി ശക്തമായ നീക്കം നടത്താൻ വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി നമ്മുടെ കേരളത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത്? ആർക്കെങ്കിലും അറിയാമോ? കേരളത്തിലെ ഇത്രയും അധികം ആളുകൾ, നമ്മുടെ കണക്കുകൾ 87 പേരുടെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുക, പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത് പോലെ. അതല്ലേ സത്യത്തിൽ ഇന്ന് കെ മുരളീധരൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനിയും പോട്ടെ, ശബരിമലയിൽ ഡ്യൂട്ടിക്ക് എന്താ പറയുക, ആരോഗ്യ പ്രവർത്തകരെ നൽകില്ല എന്ന് ആരോഗ്യവകുപ്പ് പറയുന്നു. എവിടേക്ക്? അപ്പോൾ ദേവസ്വം വകുപ്പ് ആരോഗ്യവകുപ്പിന് കത്തെഴുതി. അപ്പോൾ ആരോഗ്യവകുപ്പ് അതിന് മറുപടി പറഞ്ഞ എന്താ? ഞങ്ങൾ തരില്ല. ആരോഗ്യവകുപ്പ് പറയുകയാണ്, ഞങ്ങൾ ശബരിമല ഡ്യൂട്ടിക്ക് എന്താ പറയുക, ആരോഗ്യ പ്രവർത്തകരെ നൽകില്ല. എത്ര സിമ്പിളാണല്ലേ? ഒരു മന്ത്രി കഴിവുകേടിൻ്റെ അങ്ങേ അറ്റമാണ് എന്ന് തെളിയിക്കാൻ ഇതിനപ്പുറം വേറെ എന്താണ് നമുക്ക് ഉദാഹരിക്കാൻ കഴിയുക? കാരണം എന്താണെന്നല്ലേ? ആ കാരണം ഈ 2 വകുപ്പ് ഭരിക്കുന്നതും ഒരു മന്ത്രിയാണ് എന്നുള്ളത് തന്നെയാണ്. അതായത് ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രിയും ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിയും ഒരാൾ തന്നെയാണ്, കെ മുരളീധരൻ. ആ കെ മുരളീധരൻ്റെ വകുപ്പിൽപ്പെട്ട ഒരു വകുപ്പ് മറ്റൊരു വകുപ്പിന് കത്തെഴുതുന്നു. അതായത് ദേവസ്വം ബോർഡിൽ നിന്ന് കത്തെഴുതുന്നു, ഞങ്ങൾക്ക് ശബരിമല ഡ്യൂട്ടിക്ക് ദേവസ്വം ബോർഡിൽ ആരോഗ്യവകുപ്പിൽ നിന്നും കുറച്ച് ഉദ്യോഗസ്ഥരെ തരണം. അപ്പോൾ ആരോഗ്യവകുപ്പ് തിരിച്ചെഴുതും, ഞങ്ങൾ തരില്ല. എന്ത് സിമ്പിളാണല്ലേ? അപ്പോൾ ഇത്രയും കഴിവുകെട്ട ഒരാൾ മന്ത്രിയായിരിക്കുന്നത് ആദ്യമല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന പോലെ ഈ പറയുന്ന ആൾക്കാരെ കുറേ സ്ഥലം മാറ്റുക, അതിനല്ലാതെ വേറെ എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ പറയുന്ന ജനപ്രതിനിധികൾ നമുക്ക് അറിയാവുന്ന പോലെ കഴിഞ്ഞ ഇടത് സർക്കാർ അധികാരത്തിൽ 2021 അധികാരത്തിൽ കയറുമ്പോൾ നമ്മുടെ കേരളത്തിൽ എന്തായിരുന്നു അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. 2020 മുതൽ കോവിഡ് എന്ന് പറയുന്നൊരു മഹാമാരി നമ്മളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുക. ഈ സമയത്ത് അതിനെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി മാത്രമോ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെയോ അതല്ലെങ്കിൽ ഇടത് മന്ത്രിമാരുടെ യോഗം മാത്രമല്ല അന്ന് വിളിച്ചത്. അന്ന് കോഴിക്കോട് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളമുള്ള എല്ലാ ജനപ്രതിനിധികളെയും വിളിച്ചു ചേർത്തുകൊണ്ടുള്ള നടപടിക്രമങ്ങളാണ്. ഈ പറയുന്ന ഇടത് സർക്കാർ കൊണ്ടുവച്ച മാതൃകകൾ പോലും തുടർന്നങ്ങോട്ട് പരീക്ഷിക്കാൻ അല്ലെങ്കിൽ അത് പിന്നീട് കൊണ്ടുവരാൻ പോലും കെ മുരളീധരൻ എന്ന് പറയുന്ന മന്ത്രിക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ്? അതിന് പച്ചയ്ക്ക് നമ്മൾ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തേക്ക് സ്വകാര്യ വ്യക്തികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരിക, സ്വകാര്യ നിക്ഷേപം അല്ലെങ്കിൽ സ്വകാര്യ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുക. നമുക്കറിയാം നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ UDF സർക്കാർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറക്കിയ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോഴും ആ ബഡ്ജറ്റിനുള്ളിൽ എല്ലാം സ്വകാര്യവൽക്കരണമല്ലേ? നമ്മുടെ കടൽ വരെ വിറ്റ് തിന്നാൻ വേണ്ടിയിട്ടുള്ള നടപടിയല്ലേ ശരിക്കും VD സതീശൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി ബഡ്ജറ്റ് അവതരണത്തിലൂടെ നടത്തിയത്? ഹരിപ്പാട്, തിരുവനന്തപുരം എന്നീ പറയുന്ന 2 സ്ഥലങ്ങളിൽ, അതായത് ആലപ്പുഴ ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും ഓരോ മെഡിക്കൽ കോളേജുകൾ ഇവിടെ സ്ഥാപിക്കാൻ തീരുമാനിച്ചില്ലേ? ആ മെഡിക്കൽ കോളേജ് ഹരിപ്പാട് മെഡിക്കൽ കോളേജാണ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഹരിപ്പാട് നിലവിൽ അവിടുത്തെ ഒരു താലൂക്ക് ആശുപത്രി നിലവിലുണ്ട് ഹരിപ്പാട്. അപ്പം ഹരിപ്പാട് ഒരു ആശുപത്രി മെഡിക്കൽ കോളേജ് വരുന്നു, തിരുവനന്തപുരം ജില്ലയിൽ മറ്റൊരു മെഡിക്കൽ കോളേജും വരുന്നു. ഇവിടെ നമ്മൾ സംശയത്തോടു കൂടി കാണേണ്ടതുണ്ട്. എന്താണ് ആ സംശയം എന്ന് ചോദിച്ചാൽ, ഇവിടെ ആലപ്പുഴയിൽ വണ്ടാനം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക്, ഹരിപ്പാട് നിന്ന് ഏകദേശം 30 കിലോമീറ്റർ മാത്രം യാത്ര ചെയ്താൽ കിട്ടുന്ന വണ്ടാനം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കോളേജ് ആലപ്പുഴയിലുണ്ട്. അവിടെ അടിസ്ഥാന സൗകര്യങ്ങളുണ്ടോ? അവിടെ ഏതെല്ലാം രീതിയിൽ അടുത്ത അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം, അതിനുവേണ്ടി എത്ര തുക അനുവദിക്കണം എന്നുള്ളതല്ലേ പ്രാഥമികമായി ചർച്ച ചെയ്യേണ്ടത്? അതിന് പകരം ഹരിപ്പാട് ജില്ലയിൽ അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മറ്റൊരു മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം കൊണ്ടുവരുന്നു. അതിനുവേണ്ടി പണം അനുവദിക്കുന്നു. നിലവിലുള്ള വണ്ടാനം മെഡിക്കൽ കോളേജിനെ വികസിപ്പിക്കാൻ വേണ്ട അല്ലെങ്കിൽ അവിടുത്തെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ബഡ്ജറ്റിൽ നീക്കിയിരിപ്പുള്ളത്? ഒന്നുമുണ്ട് എന്ന് തോന്നുന്നില്ല അല്ലേ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, വീണ്ടും ഒരു മെഡിക്കൽ കോളേജ് വരുന്നു. എന്താണ് ആവശ്യം?
നിലവിലുള്ള മെഡിക്കൽ കോളേജുകളിൽ ഉദ്യോഗസ്ഥരുടെ കുറവ് ധാരാളമായുണ്ട്. അതായത് ഡോക്ടർമാരുടെ, മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെ അടക്കം ഒഴിവുകൾ നിരവധി ഉണ്ടായിട്ടും അതൊക്കെ ആ ഒഴിവുകൾ ഈ യുദ്ധകാലാടിസ്ഥാനത്തിൽ എന്ന് തന്നെ പറയേണ്ടി വരും. യുദ്ധകാലാടിസ്ഥാനത്തിൽ ആ ഒഴിവുകൾ പൂർത്തീകരിക്കുന്നതിനോ അല്ലെങ്കിൽ ആ ഒഴിവുകൾ നികത്തുന്നതിന് വേണ്ട എന്ത് നീക്കമാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? അപ്പം ആലപ്പുഴ ജില്ല CPMന്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഉയർത്തുന്ന ഒരു വാദം നമ്മളവിടെ ശ്രദ്ധിക്കണം. ഇവിടെ ഹരിപ്പാട് വരുന്ന മെഡിക്കൽ കോളേജ് സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി ആരംഭിക്കുകയും തുടർന്ന് ഈ പറയുന്ന വണ്ടാനം മെഡിക്കൽ കോളേജിനെ ദാരുണാവസ്ഥയിലേക്ക് തള്ളിവിടാനുമാണോ ശ്രമിക്കുന്നത് എന്ന് സംശയാസ്പദമായ കാര്യമാണ് എന്നുള്ള കാര്യമാണ് CPMന്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ആലോചിക്കുന്നത്. നമ്മൾ അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരുന്നത് സ്വകാര്യ പങ്കാളിത്തത്തോടെയാണോ എന്ന് നോക്കണം. ഈ പറയുന്ന ഹരിപ്പാട് മെഡിക്കൽ കോളേജ് വരുന്നത് സ്വകാര്യ പങ്കാളിത്തത്തോടെയാണോ എന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും സംഭവിക്കാൻ പോകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജും വണ്ടാനം മെഡിക്കൽ കോളേജും രണ്ടും എന്ത് ചെയ്യും? അടച്ചു പൂട്ടുന്ന അവസ്ഥയിലേക്ക് പോകും. നിലവിൽ രോഗികളുടെ കാര്യം വിട്ടേക്കൂ, ഡോക്ടർമാരില്ലാത്തവരും മറ്റ് നഴ്സന്മാർ, അറ്റൻഡർമാർ, സൂപ്രണ്ടന്മാർ എന്ന് വെച്ചാൽ അവിടെ ആരും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരും. അപ്പം അത് തകർന്ന് തരിപ്പണമായി പോകും. അപ്പം ക്രമേണ ഈ രണ്ടിടത്ത് പരീക്ഷിച്ച് വിജയിക്കുന്ന ഈ സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയുള്ള മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ ബാക്കിയുള്ള മറ്റ് ജില്ലകളിലേക്കും കൂടി വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞത്. പൊതുവെ പഴക്കമുള്ള രണ്ട് മെഡിക്കൽ കോളേജുകളാണല്ലോ വണ്ടാനവും അതോടൊപ്പം തന്നെ തിരുവനന്തപുരവും. അപ്പം ഇങ്ങനെ ഈ രീതിയിലേക്ക് പല ജില്ലകളിലേക്കും കൂടി ഇത് വ്യാപിപ്പിച്ചാൽ നമ്മുടെ ആതുര ശുശ്രൂഷ രംഗം പൂർണ്ണമായും ഇവിടേക്ക് വിദേശത്ത് നിന്ന് മുതൽ മുടക്കാൻ വേണ്ടി നിൽക്കുന്ന അല്ലെങ്കിൽ ആയിരക്കണക്കിന് കോടി രൂപ നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ മുതൽ മുടക്കി നിൽക്കുന്ന നമ്മുടെ അമേരിക്കൻ കമ്പനികൾക്ക്, അതും അമേരിക്കയിലെ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾക്ക് കൂടുതൽ ഗുണകരമായി മാറും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ സ്വകാര്യവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നയം മുഖ്യമന്ത്രി അടക്കമുള്ള UDF സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും ചിലർ ചോദിക്കും, എന്തുകൊണ്ട് സ്വകാര്യവൽക്കരണത്തെ എതിർക്കുന്നു? സ്വകാര്യവൽക്കരണമല്ലേ കുറച്ചുകൂടെ നല്ലത്? നമുക്ക് പ്രൈവറ്റലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണവും അതുപോലെ മെച്ചപ്പെട്ടതാവും. പക്ഷേ വേറൊരു കാര്യമുണ്ടെന്നേ, നമുക്ക് അത്ര മെച്ചപ്പെട്ട ഒരു ഗുണം കിട്ടണമെങ്കിൽ നമ്മുടെ പോക്കറ്റ്, അതായത് കീശ നിറച്ചുകൊണ്ട് വേണം നമ്മൾ ഈ സ്വകാര്യ ആശുപത്രിയിലേക്ക് കയറി ചെല്ലാൻ എന്ന് ആർക്കെങ്കിലും സംശയം ഏതെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ആർക്കും ഒരു സംശയമില്ല. സ്വകാര്യ ആശുപത്രിയിൽ മികച്ച ചികിത്സയും മികച്ച സേവനം ലഭിക്കും. ചികിത്സയുടെ കാര്യം നമ്മുടെ സർക്കാർ ആശുപത്രി തന്നെയാണ് മെച്ചം. അപ്പോൾ നമുക്ക് കൂടുതൽ സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട സൗകര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കും. പക്ഷേ അവിടെ നമ്മുടെ നിറഞ്ഞിരിക്കുന്ന കീശയുമായി കയറിയാൽ ഓട്ടക്കീശയുമായി തിരികെ ഇറങ്ങാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അപ്പം അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മുടെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയായ K മുരളീധരൻ അറിഞ്ഞോ അറിയാതെയോ ഇതിനകത്ത് പാത്രീഭവിച്ചു പോകുന്നു എന്നുള്ളതാണ് ഇതിനകത്തിലെ ഏറ്റവും വിഷമകരമായ ഒരു കാര്യം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.